കണ്ടിട്ടുള്ളൂ. ഞാൻ കൂടുതൽ കാണാൻ എനിക്ക് താല്പര്യമില്ലെന്ന് നിങ്ങളെടുത്ത് സംസാരിച്ചത്. എന്റെ ഷബീന ബീഡി ഡാനി കഴിഞ്ഞിടാ. ഇത് ജിനൂസിന്റെ വീട്ടിൽ പോയി കളിക്കുന്ന പോലെ ഡാനിയുടെ വീട്ടിൽ വന്ന് സംസാരിച്ചാലുണ്ടല്ലോ ഇത് വേറെ. ഹലോ ഗൈസ്, ഇന്നൊരു ഉച്ചേ മുക്കാലൊക്കെ ആയപ്പോൾ നമ്മുടെ താത്തയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ എന്നും പറയണ്ട. നമ്മളെന്തെങ്കിലും ജിമ്മിൽ പോയിട്ട് വന്നതിന് ശേഷം ഒരു 6:30 ആയപ്പോൾ ഒരു കോള് ഇങ്ങോട്ട് വന്നേക്കുന്നു. ഓക്കെ, എനിക്ക് കിട്ടിയില്ല. ആ സമയത്ത് ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ദേ കിടക്കുന്നു. നീ എന്തിനാണ് എൻ്റെ വീഡിയോസൊക്കെ ചെയ്തേക്കുന്നത്? ആരാണ്ടൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ എൻ്റെ ലൈവിൽ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി എന്നൊക്കെ ഉള്ള രീതിയിൽ ആരോ കമൻറ്റ് ഇട്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കോള് കട്ട് ചെയ്യുമായിരുന്നു. കാരണം ഇത് റേഞ്ച് കിട്ടിയില്ല. ഞാൻ അവരെ പിന്നെയും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്തുള്ളൂ. സംസാരിച്ച് ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് പുള്ളിക്കാർ കയറി അങ്ങ് ഫയർ ആവാൻ തുടങ്ങി. ആഹാ, എന്ത് ചെയ്യാനാ. ഞാൻ അത്രയും കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അത് എന്താ പറയണ്ടേ, ഒരു എത്തിക്സ് ഒക്കെ വേണമെന്ന് ഇവർ തന്നെ ഇവരുടെ വീഡിയോ പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഇവരുടെ വീഡിയോയിലൊന്നും തോന്നിയിട്ടില്ല. കാരണം ഷാജി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയത്തിൽ തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവർ പല കാര്യത്തിലും അവരുടെ കുടുംബത്തിൽ കയറി കളിക്കുന്നു, ബന്ധുക്കളുടെ അടുത്ത് പോകുന്നു, എല്ലാ കാര്യങ്ങളും തപ്പി വല്ലവനെ കൊണ്ട് ഇടിയിപ്പിച്ചതും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ നമുക്കറിയാം ചേച്ചി. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇനി സംസാരിച്ചുകൊണ്ട് വരുന്നില്ല. ആ വ്യക്തി ഇപ്പം ഷാജിദെ അങ്ങ് പുണ്യാളത്തെ അങ്ങ് ആക്കുക. എന്ത് ചെയ്യാൻ, 5 മക്കളുള്ളൂ. ഞാൻ വിട്ടടി. കാരണം എന്താ, ഉള്ള റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്ന പിള്ളേരെല്ലാവരും കൂടെ എടുത്തിട്ട് അങ്ങ് മെയ്യും അങ്ങോട്ട് ചെയ്ത് ഷാജിദെ ഇവർ നൈസായിട്ട് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യുമായിരുന്നു. കാരണം എല്ലാവരെയും പിടിച്ചിട്ടിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേന്നും പറഞ്ഞിട്ട് അവസാനം വന്നിട്ട് നല്ല പിള്ള ചെമയുന്ന രീതിയിലുള്ള സംസാരം. അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നിത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ ലൈവിൽ ചെന്നിട്ട് ആരോ ചെന്ന് കമൻറ്റ് ഇടുവാങ്ങാണ്ട് ചെയ്തു. ഡാനിക്സത്തിന് ഇന്ന പോലെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. ആ വീഡിയോയിൽ ഇവരെ വിളിച്ച ഭാഷ ഞാനത് പോയി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാനും ഇവരും കൂടെ വൈകിട്ട് സംസാരിച്ച സംഭാഷണവും കൂടെ ഞാൻ വെച്ച് തരാം. എൻ്റെ വീട്ടിലോട്ട് വരുമോ എന്നാണ് പറഞ്ഞത്. ഓക്കെ, വീട്ടിലോട്ട് വരുമോ വരാതിരിക്കുമോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അത് നിങ്ങളുടെ രീതിയാണ്. ഇങ്ങനെ പോയി സ്വയം നാണം കിടാതെ അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്. നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്. ഇല്ല, ഒലിവിയ വിഷയത്തിൽ ആ നീതി മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്തായി കാര്യങ്ങൾ? അന്ന് ഒത്തുതീർപ്പാൻ പോയ അതിൽ ബ്ലോഗ്സിനെതിരെ എല്ലാവരും കൂടെ വീഡിയോ ചെയ്യാനും അതും ചെയ്യാനും അവനെ കുറ്റക്കാരുമൊക്കെയും ചെയ്യുന്നു. ഇപ്പോൾ ആ പെൺപിള്ളേർ കിടന്ന് കട്ടടിക്കുമെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഇടപെട്ട കേസ് കേട്ടല്ലേ, ഞാൻ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവരെന്തായാലും ലൈവിൽ സംസാരിച്ച ഭാഷ അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പൊള്ളിയത്. ഇങ്ങനല്ല ഒരു ഇൻഫ്ലുവൻസർ സംസാരിക്കേണ്ടത്. ആൾക്കാർ പല രീതിയിൽ കമൻ്റ് ഇടും. അതിന് എൻ്റെ അമ്മ എന്തിനാ വന്ന് തെറി പറയുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങൾക്കൊരു നാണവും മാനവും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് വയസ്സുള്ളൂ നിങ്ങളെക്കാളിലും. ഞാനത് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിക്കുള്ളൊരു നാണക്കേടില്ല. എന്തായാലും അവരെ ലൈവിൽ സംസാരിച്ച ഭാഷയൊന്നും ആദ്യം വെച്ചിട്ട് ഞാനുമായിട്ട് വിളിച്ച സംഭാഷണമൊക്കെ ഒന്ന് വെച്ച് തരാം. കാണിക്കുന്നു. അപ്പോൾ നിങ്ങളായിരുന്നു ഷാജിക്ക് എതിരെ എല്ലാം ചെയ്തു. അത് തന്നെ ഞാൻ തന്നെ എഴുതിയത്. ഷാജിക്കെതിരെ എല്ലാം ചെയ്തത് ഞാൻ തന്നെ. അതിനിപ്പോ എന്താ, ഡാനി പറഞ്ഞെങ്കിൽ എന്താ കുഴപ്പം? ഡാനിക്ക് അത് ഇട്ടുകൊടുത്തത് ഞാനാണ്. ഞാൻ ഇട്ടാൽ ഉടനെ ഇവളെ കൂടെ ചേർന്നിട്ട് ഇവിടെ വന്ന് ഡ്രാമ കാണിക്കാൻ നമ്മൾ വിചാരിച്ചു. അതല്ല എന്ന് കാണിക്കണം എന്നുള്ള എന്റെ ഉത്തരവാദിത്തം തന്നെ. ഷെഫീനെ ചെയ്തതെന്ന് തന്നെ പറയൂടാ. ഡാനി ഡബിൾ സ്റ്റാൻഡ് എന്നല്ല, ട്രിപ്പിൾ സ്റ്റാൻഡ് എന്നല്ല. ഷാജിക്കെതിരെയുള്ള തീരുമാനങ്ങളൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു. അത് ഇനിയും ചെയ്യും. വിഷയം അതല്ലല്ലോ, അതവിടെ നിൽക്കുക. അത് പിന്നെ പറയാം, ഇപ്പൊ പറയുന്നില്ല. ഷാജി എന്താ നല്ലവളാണോ, പുതിനം പിടിച്ചവളാണോ? അതേപോലെ ഇപ്പൊ വേറെ അണ്ടർഗ്രൗണ്ടിൽ വേറൊരു വർക്ക് കിടക്കുന്നുണ്ട്. ഡയറക്റ്റ് ഞാൻ ഇൻവോൾവ് ആവാതെ അവിടുത്തെ മസ്റൂറ ഉണ്ടല്ലോ, അവളെ ഇപ്പൊ പുറത്താക്കി തരും. നിങ്ങൾക്ക് ആളുകളുടെ റിയാലിറ്റി അറിഞ്ഞാൽ പോലെ. ഇത് ഷെഫീന തന്നെ പെർഫോം ചെയ്യണമെന്നില്ലല്ലോ. ഷെഫീന പെർഫോം ചെയ്യാൻ നിങ്ങൾ വേറെ ടിക് ടാട്ടെന്ന് പറഞ്ഞിട്ട് വരും. അത് പറ്റത്തില്ല. ആ ബൈറ്റ്സ് കാണിക്കാൻ ഒക്കത്തില്ല. എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് ഇന്നും ആ കുട്ടി രാജിയുടേതും ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ രാജിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് പബ്ലിഷ് ചെയ്യത്തില്ല എന്ന്. പക്ഷെ ഞാൻ എന്റെ സെക്യൂരിറ്റിക്ക് അത് ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് കേൾപ്പിക്കാം. പക്ഷെ അത് തീർത്തും ശരിയായ നടപടിയല്ല. ആ കുട്ടി എനിക്കെതിരെ പ്രതിസ്ഥാനത്ത് പോയി നിൽക്കാത്തിടത്തോളം എനിക്ക് ആ കുട്ടിയെ ഉപദ്രവിക്കണം താല്പര്യമില്ല. അവളുടെ പ്രശ്നം പറഞ്ഞു. കാരണം എന്റെ ഡാനീസ് വേടിയെല്ലാം അവൻ തുറന്നു പറയുന്നുണ്ട്. അതൊക്കെ അവൻ പറയട്ടെ. അവൻ തുറന്നു പറഞ്ഞാൽ തന്നെ അവന്റെ അമ്മയെ കെട്ടിക്കാറായിരുന്നു. അവൻ അവിടെ കിടന്ന് തുറന്നു പറയട്ടെ. അപ്പൊ ഈ പറയുന്ന എന്താ, എൻ്റെ അമ്മയെ കെട്ടിക്കുന്നു ചോദിച്ച ചോദ്യം കേട്ടില്ല. ലൈവിൽ വന്നൊരുത്തം കമൻറ്റ് ഇടുന്നതിനെ നിങ്ങളെന്തിനാ എൻ്റെ അമ്മയെ പറയുന്നത്? നിങ്ങൾ ആ വീഡിയോ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ എന്നെ വിളിച്ച സമയത്താണെങ്കിലും പോലും ഏതോ ഒരുത്തം വന്ന് കമൻറ്റ് ഇട്ടു എന്നും പറഞ്ഞിട്ട് അവരെന്നോട് സംസാരിച്ചു. എന്തിന് നിങ്ങൾ എൻ്റെ അമ്മയെ പറയുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സത്യാവസ്ഥ, ഒരു കാര്യം എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിഞ്ഞിട്ട് വിളിച്ച ഒരു അന്തസ്സുണ്ട്. ഇത്രയും പ്രായമായില്ലേ നിങ്ങൾക്ക്, എന്നിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാനുള്ളൊരു ബോധമില്ല. ഇപ്പം എൻ്റെ പ്രായമുള്ളൊരു മോനുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മോനാവാൻ പ്രായമുണ്ട്. ആ വ്യക്തിയുടെ അടുത്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ അമ്മയെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ഏത് ലെവലാണ് നിങ്ങൾക്കൊരു സ്ഥിരതയില്ല, നിങ്ങൾക്കൊരു വിവരമില്ലെന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും വൈകിട്ട് ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നതിന് ശേഷമാണ്
ഈ പറയുന്ന ഒരു കോള് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ഇവരെന്നെ കോൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിച്ചപ്പം റേഞ്ച് ഇഷ്യൂസ് കാരണം ഞാനത് പിന്നെ വെച്ചിട്ട് പിന്നെയും ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഇവരവരുടെ തണിക്കോണം കാണിക്കാം, എൻ്റെ വീട്ടിൽ വരും എന്നുള്ള രീതിയിലൊക്കെ. എന്തായാലും ഞാൻ ആ വീഡിയോ വെച്ചിട്ടുണ്ട്. സോറി, അതിൻ്റെ റെക്കോർഡും കാര്യങ്ങളും ഞാനിവിടെ വെക്കാം. ഉള്ള കാര്യങ്ങൾ ഞാനും എൻ്റെ രീതി സംസാരിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ ഷഫീന ബീബിയെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഡാനി സത്യനെന്ന് നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടു കാണുമായിരിക്കും. അതുപോലെ എന്നെ കൂട്ടേണ്ട ആവശ്യമില്ല ചേച്ചി. ഞാൻ ആൾ സൈലൻ്റാണ്. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കും മാത്രം പോവാണ്. പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ട്. അത് ഞാനെപ്പോഴും വൃത്തി എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ ഭയങ്കര അഡിക്ഷനാണ്. അതില്ലെങ്കിൽ അതെൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണെങ്കിലും അമ്മ ശരിയല്ല എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ഇച്ചിരി എൻ്റെ സംസാര ടോൺ ഇംഗ്ലീഷ് കാണുന്ന ഇച്ചിരി ഇതായിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്യും. പക്ഷേ എൻ്റെ വീട്ടുകാരെയോ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. അതിപ്പോൾ ഞങ്ങൾ എത്ര പിരിഞ്ഞിരുന്നാലും എത്ര വഴക്കിട്ടാലും മൂന്നാമതൊരാൾക്കും ഇവിടെ ഒരു വോയിസ് ഇല്ല. അവിടെയാണ് ഷഫീന ബീബി കയറി ക്രോസ് ചെയ്തത്. അപ്പോൾ പിന്നെ എന്തായാലും ആ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്, അത് വേറെ കാര്യം. എന്തായാലും നമുക്ക് ഷഫീന ബീബിയുടെ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. ചേച്ചി പറ, അപ്സരയുടെ റിലേറ്റഡ് ആയിട്ടുള്ള വീട് ചേച്ചി ഇട്ടില്ലായിരുന്നോ? അതെല്ലാം സംസാരിച്ച് ആ കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. അതിനകത്ത് പിന്നെ ഷാജിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഞാൻ 5 മക്കളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൊച്ചിനൊന്നും പറയാനെന്നുള്ള രീതിയിലാ ചേച്ചി. ആ കാര്യങ്ങൾ നമ്മളെല്ലാരും സംസാരിച്ചതാ, അറിയാലോ. നീ കൂടുതൽ ഇൻഫർമേഷൻ ചേച്ചി തന്നെ അനുഭവം ചെയ്തേ. എന്നിട്ട് ചേച്ചി നൈസായിട്ട് ആ ഒരു വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അവസാനം ഇപ്പൊ കുറെ യൂട്യൂബേഴ്സായി ഞങ്ങൾ കുറെ ചെയ്യുകയും ചെയ്തു. അപ്പൊ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോ ഞങ്ങളെ അതിനകത്ത് കൊണ്ടിട്ട് എടുത്തിട്ട് ചേച്ചി നൈസായിട്ട് അങ്ങ് എസ്കേപ്പ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്നെയല്ല, പൊതുവെ ഞാൻ ഈ കാര്യം പറഞ്ഞ ഇപ്പൊ ഈ ഷാജിദയുടെ വിഷയം തന്നെ സംസാരിക്കുന്നേ. ഷാജിദ ചേച്ചി ആ വീഡിയോ ചേച്ചി എന്നെ കൊണ്ടിട്ടെന്നല്ല പറയുന്നേ, പൊതുവെ ഉള്ളൊരു കാര്യമാണ് പറയുന്നത്. ഷാജിദ പാവം എന്നൊക്കെയാണ് ചേച്ചി അതിനകത്ത് പറയുന്നത്. ചേച്ചി അതെങ്ങനെ? അപ്പൊ ചേച്ചി നേരത്തെ എനിക്ക് ബിജുവിനെ കൂടെ കിടന്ന് അവളെ കൂടെ കിടന്നുണ്ടായിരുന്നു. മേജേഴ്സിനെ ഞാൻ പറഞ്ഞു, ഞാൻ ഒഴിവാക്കി. എനിക്ക് അതിനപ്പുറം അതിന്റെ ഭർത്താവ് ഇഷ്ടമല്ല, പിള്ളേരുള്ളതുകൊണ്ട് ഞാൻ വിട്ടു. അത്രേ ഉള്ളൂ. അതിപ്പോ എന്താ, ഞാൻ എന്താ നിങ്ങളുടെ കൂടെ നിൽക്കണം? അല്ല, ഫാത്തിമ എന്ന് പറയുന്ന ആങ്കർ ഈ പറയുന്ന ഷാജിദെ വലിച്ചു കീറിയെന്ന് ചേച്ചി പറഞ്ഞു ഓർക്കുന്നുണ്ടോ വീഡിയോയ്ക്കകത്ത്? അതെ, ഓക്കെ. കുത്തി ചോദിക്കുന്നു എന്നുള്ള ജീവിതം തന്നെ. ചേച്ചി ഞാൻ പറയട്ടെ, അങ്ങനെ ആവുമ്പോ ഷാജിദയുടെ ചരിത്രം തുടങ്ങിയത് എവിടുന്നാ? ബന്ധു വീട്ടിൽ വിളിച്ച് സംസാരിച്ചതും ഇതെല്ലാം തുടക്കമിട്ടത് ആരാ? ചേച്ചി ഒന്ന് ഓർത്തു നോക്കിയേ. ചേച്ചി അല്ലായിരുന്നോ? ചേച്ചിയുടെ വോയിസ് റെക്കോർഡ് അല്ലായിരുന്നോ പുറത്ത് വീണേ? ഒരു എത്രയോ കാര്യങ്ങൾ ഫാത്തിമയായിട്ടുള്ള ഉടക്കിലല്ലേ തുടങ്ങിയത്. ഞാൻ തുടങ്ങി വെച്ച് ഞാൻ അവളെ കൊണ്ടുവന്ന് സൈബർ ബുള്ളിങ്ങിന് ഇട്ടു കൊടുത്തെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെ ഇപ്പൊ ചേച്ചിയുടെ വോയിസ് അല്ല പുറത്ത് വീണ. ഈ പറയുന്ന ചേച്ചിയുടെ വോയിസ് ഏതാ ഒരു കൂട്ടുകാരി അടുത്ത് അങ്ങോട്ട് റിയാക്ട് അങ്ങോട്ട് ചെയ്ത് അങ്ങോട്ട് ഗ്രൂപ്പിൽ വീണ വോയിസ്. അതും നിന്റെ അടുത്ത് പറയേണ്ട കാര്യം എന്തോ? നിന്നെ കൊണ്ട് ഞാൻ അവക്കിട്ട് പണിതു എന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞ അങ്ങനെ ചേച്ചി ആ വീഡിയോ നോക്ക്. അങ്ങനെ പറഞ്ഞിട്ടില്ല, രാനി പറഞ്ഞിട്ടില്ല. ചേച്ചി ആ വീഡിയോ എടുത്ത് നോക്കിയേ, എന്നിട്ട് ചേച്ചി സംസാരിക്കുക. ആദ്യം വീഡിയോ കണ്ടിട്ട് സംസാരിക്കും. നിങ്ങൾ എന്റെ വീഡിയോ പോലും കാണാതെ ഓരോ സംസാരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ മൊത്തം കാണുക. അപ്സരയുടെ ഫുൾ വീഡിയോ ഉണ്ടോ? അപ്സരയുടെ ഫുൾ വീഡിയോ ചേച്ചി കണ്ടിട്ടാണോ ഈ കിടന്ന് സംസാരിക്കുന്നത്? ഇല്ലല്ലോ. അപ്സര റിലേറ്റഡും ഡാനിയും തമ്മിലുള്ള വിഷയം എന്താണെന്ന് പോലും ചേച്ചി അറിയാതെ ഞാൻ ആ വീഡിയോയിൽ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ കൂടുതൽ കാണാൻ എനിക്ക് താല്പര്യമില്ലെന്നാ നിങ്ങളെടുത്ത് സംസാരിച്ചത്. എന്റെ ഷഫീന ബീബി ഡാനി കഴിഞ്ഞിടാ. ഇത് ജിനൂസിന്റെ വീട്ടിൽ പോയി കളിക്കുന്ന പോലെ ഡാനിയുടെ വീട്ടിൽ വന്ന് സംസാരിച്ചാലുണ്ടല്ലോ. ഇത് വേറെ അല്ല, എനിക്കിവിടെ പെണ്ണെന്നോ ആണെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. കാര്യങ്ങൾ ചേച്ചി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഷഫീന ബീബി ഡാനിയ 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 ജിനൂസ് അല്ല. മര്യാദയ്ക്ക് സംസാരിക്കും. മര്യാദയ്ക്ക് സംസാരിക്കും. അല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ല സംസാരിച്ചല്ല ചേച്ചി. ഞാനൊരു കാര്യം പറ്റ ഒരു കാര്യങ്ങൾ വീഴുമ്പോൾ അങ്ങനെ ഒരു കാര്യം സംസാരിക്കുമ്പോ ഓൾറെഡി നിങ്ങളുടെ ചാനൽ പോയല്ലോ. നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ചാനൽ പോയത്.
ചേച്ചിയുടെ സംസാരങ്ങളൊക്കെ കേട്ടല്ലോ, ഒന്നും അറിയത്തില്ല. എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം നല്ലവളായ ഉണ്ണി ചമയുന്ന ആ ഒരു പരിപാടി നല്ലതല്ല ചേച്ചി. ഓക്കെ, എന്തായാലും എന്നെ വിളിച്ചതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. കാര്യങ്ങൾ സംസാരിച്ച് ആണുങ്ങൾ നേർക്ക് നേരെ സംസാരിക്കാൻ തുടങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഞാനത് അതുപോലുള്ള മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടന്നങ്ങ് ഇങ്ങനെ എൻ്റെ ചാനലിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെ ഒരു ദിവസം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനൽ സ്ട്രൈക്ക് അടിച്ച് പോകുന്ന സമയത്ത് അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്ദി അന്നും ഇന്നും അതുണ്ട്. എന്ന് വെച്ച് ഒരു അടിമയായിട്ട് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റൂല ചേച്ചി. അടിമയായിട്ട് അത് വേറെ കാര്യം. ആള് വളർന്നു വരുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് പല യൂട്യൂബേഴ്സ് ആണെങ്കിലും ശരി, അത് ഏതെങ്കിലും രീതിയിലാണ്. ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഗോപ്രോ മച്ചാൻ്റെ ആണെങ്കിലും വിവി ഹെയറിൻ്റെ ആണെങ്കിലും ഓക്കെ, ഇല്ല പഴയ കേസ് കെട്ടൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് സംസാരിക്കുന്നത്. കാരണം ഇപ്പോൾ അവർക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ വീണ്ടും അവരെ കൊണ്ട് നെഗറ്റീവ് അടിപ്പിക്കുക, ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. പക്ഷെ ഇവർക്കൊരു ആവശ്യം വരുമ്പോൾ ഇവരെല്ലാവരെയും ചാക്കിട്ട് പിടിച്ച് മോനെ ചക്കര പൊന്നേരെ അതിനോട്ട് എന്തിന് നമ്മുടെ അതുൽ വ്ളോഗ്സിനെ ഇടയ്ക്ക് വിളിച്ചു. അതുൽ വ്ളോഗ്സിനെ വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത് മോനെ സുഖമല്ലേ എന്നുള്ള രീതിയിലൊക്കെ. എല്ലാവർക്കും അറിയാം കാര്യം കാണാൻ വേണ്ടി മാത്രമാണ്. ചേച്ചി നിങ്ങൾ തന്നെ പറഞ്ഞു എന്തോ നിന്റെ ചാനൽ അടിച്ചു പോണേ നിന്റെ ചാനൽ അടിച്ചു പോണേന്ന് പറയുമ്പോൾ ഷഫീന ബീവി ഒന്ന് ആലോചിച്ച് പോകണം. ഒരു ചാനൽ നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ അത്രമാത്രം കരഞ്ഞ് വിഷമിച്ചിട്ടുള്ള നിങ്ങൾ തന്നെ ആ വാ കൊണ്ടത് പറയുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന്. നിങ്ങളുടെ സ്റ്റാൻഡ് നിങ്ങളെക്കാളും എത്ര വയസ്സിനുള്ളതാണ് ഞാൻ പറയുമ്പോഴാണെങ്കിൽ പോലും ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ചിന്താഗതി എനിക്കേ എല്ലാം ആവാവുള്ളൂ, എന്താ പറയണ്ടേ ഞാനാണ് എല്ലാം എന്നുള്ളൊരു തോന്നൽ മാത്രം. ഈ പ്രപഞ്ചം എൻ്റേതാണ് എന്നുള്ള പണ്ടത്തെ ഈ സീരിയലൊക്കെ കിടന്ന് പറയത്തില്ലേ, അതുപോലെ മാത്രം. ചേച്ചി കുറച്ചൊക്കെ വേണം. ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. ചാനൽ പൂട്ടും കിട്ടും എന്നൊക്കെ ഏതാണ്ടൊക്കെ മിന്നായം പോലൊക്കെ കേട്ടതായിട്ട് തോന്നുന്നു. എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങളൊരു ചെറിയൊരു ചക്രം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും അടിക്കാനുള്ള ഒരു 76 ചക്രത്തിൻ്റെ ലിങ്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതേത് രീതിയിൽ ഒരു അടി കിട്ടും, അത്രേ ഞാനും പറയുന്നുള്ളൂ. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയത്തില്ലേ, അത് ഞാനായിട്ട് ആരെയും ദ്രോഹിക്കാനൊന്നും പോകത്തില്ല. ഇങ്ങോട്ടായിട്ട് വന്നാലും ഞാൻ ഒട്ടും വെറുതെ വിടത്തുമില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ പിള്ളേർ കിടക്കുന്ന പോലെ വഴക്കിടാനോ ഇടുക്കിടാനൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും എല്ലായിടത്തും പരിസരത്തൊക്കെ തിരക്കി വാ, അത്ര ഞാൻ കൂടുതലൊന്നും പറയുന്നുള്ളൂ. ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ലൈവ് ഇടുമല്ലോ, എല്ലാവരും കണ്ട് മനസ്സിലാക്കട്ടെ നിങ്ങളുടെ രീതി എന്താണ്, നിങ്ങളുടെ സ്വഭാവം എന്താണ്. ഇപ്പം നിങ്ങൾ എന്തുണ്ടെങ്കിലും ഞാൻ വീട്ടിൽ പോവാന്ന് പറയുന്നത് അത് മാത്രമല്ലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നല്ല കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും, ഒരു നല്ലൊരു കാര്യങ്ങൾ ഒരു വിഷയത്തെ ഇടപെട്ടിട്ട് അത് തീർക്കാൻ നോക്കും. തുടക്കം അതിൽ പോയിട്ട് നൈസായിട്ട് സ്കിപ്പ് ചെയ്യുന്ന പരിപാടി അത് നല്ലതല്ല. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.